മാർക്കറ്റിൽ പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് സാധാരണ ഈ സയന്റിഫിക്കലി പറയുന്നത് ഒരു 7 സെക്കൻഡ് റൂളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സെക്കൻഡിൽ ആ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് കസ്റ്റമറുടെ മനസ്സിലേക്ക് വരും. അപ്പം എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആ ഒരു 7 സെക്കൻഡിൽ തീരുമാനിക്കുന്നത്? ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. കൂടെ ജീവനുണ്ട്. ജീവൻ, നമസ്കാരം. നമസ്കാരം. ജീവൻ, നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് പാക്കിങ്ങിനെ കുറിച്ച് തന്നെയാണ്. ഒരു പ്രൊഡക്റ്റിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, അത് കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഈ 7 സെക്കൻഡ് റൂള് അതിനെ കുറിച്ചിട്ടൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, ഈ പാക്കേജുകൾ നമ്മളൊരു ഷെൽഫിൽ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് പലപ്പോഴും ഒന്ന് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളതല്ല, ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക എന്നുള്ളത് തന്നെ നമ്മൾ ചെയ്യുക അതിൻ്റെ പാക്കേജിങ്ങിൻ്റെ ഒരു ഡിസൈൻ നോക്കിയിട്ടായിരിക്കും. അപ്പം ആ ഒരു 7 സെക്കൻഡ് കൊണ്ട് തന്നെ ഇയാളെ പാക്കറ്റ് ഒബ്സർവ് ചെയ്യുന്ന വന്നിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുക ഇത് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പം ബേസിക്കലി ഇത്രയുള്ളൂ ഈ 7 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന സംഭവം. ഒരു പലപ്പോഴും നമുക്ക് ഉള്ള ഒരു ഫസ്റ്റ് ആഡ് സ്ട്രാറ്റജി തന്നെയാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പോസ്റ്റർ ആൾക്കാർ ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല, പക്ഷെ നമ്മുടെ ഒരു പാക്കേജ് ഡിസൈൻ കണ്ടിട്ടായിരിക്കും ആൾക്കാർ ഇത് വാങ്ങിക്കുക. പക്ഷെ നമ്മളൊരു ആഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു 10% എമൗണ്ട് പോലും പലരും പാക്കേജ് ഡിസൈനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. യെസ്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ പറയുന്ന AI ഒക്കെ വന്നതുകൊണ്ട് തന്നെ ആർക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത് വികസിച്ചതുകൊണ്ട് ChatGPT, ജെമിനി പോലുള്ളത് ഫോണിൽ തന്നെ അവർക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പം അത് വെച്ചുകൊണ്ട് പാക്കിംഗ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അത്തരത്തിൽ കുറച്ച് പേര് എനിക്ക് പരിചയമുണ്ട്. കാരണം നമുക്ക് ഈ ട്രേഡ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഈ പാക്കേജ് ഡിസൈൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാനായിട്ട് അയച്ചിരുന്നുണ്ടാവും. സോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് AI യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ മുമ്പും ഇത്തരം ഡിസൈൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ബേസിക്കലി ഇത്രയാണ്. ഈ AI ഓൾറെഡി പല ഡാറ്റയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സാധനമാണ്, അല്ലാതെ അത് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല ഉണ്ടാക്കുന്നത്. അപ്പം പല എക്സിസ്റ്റിംഗ് പാക്കേജുമായിട്ട് തന്നെ സിമിലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2, ഒരു സിമ്പിൾ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പാക്കേജ് ഡിസൈനിങ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് അത്യാവശ്യം റിസർച്ച് ചെയ്ത് നമ്മളെ ഓഡിയൻസ് എങ്ങനെയാണ് അതൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പലരും അതിന് വില്ലിങ് ആവുന്നില്ല. ഇനി ഇതിന് പലപ്പോഴും നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും പോരാന്ന് നമുക്ക് ഈ ഒരു ഇമേജ് കൊണ്ടുപോയിട്ട് നമുക്ക് പാക്കറ്റിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തായാലും ഒരു ഡിസൈൻ ഫേമിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. ഇനി ഇതൊക്കെ മാറ്റി വെച്ചാൽ പോലും നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഫസ്റ്റ് സെയിൽസ് പേഴ്സണാണ് നമ്മൾ പാക്കേജ് ഡിസൈൻ. അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ആൾക്കാർ അത് പിക്ക് ചെയ്യണോ വേണ്ടോ എന്ന് പോലും ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ഫാക്ടറാണ്. നമുക്കറിയാം, നമ്മളെ AI ഇമേജസ് ഇന്ന് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഒരു ബൂം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് വളരെ കുറവാണ്. കണ്ടാൽ തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങ് പോകും. കാരണം നമുക്കൊരു ഹ്യൂമൻ ടച്ചിനോട് ഇന്നും ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ അതിനോടൊരു അഫെക്ഷനും ഉണ്ട്. ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഇത്തരത്തിലുള്ള ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ കണ്ട് ഇപ്പോൾ ആൾക്കാർ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കൊക്കക്കോളയൊക്കെ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു ആഡ് ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് ആൾക്കാരുടെ ചീത്തവിളി കേട്ട് പിൻവലിക്കേണ്ടി വന്നു. അപ്പം അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ AI ഹൈപ്പ് ഒന്ന് കുറഞ്ഞു വരികയാണ്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഡിസൈൻസിന് ഇന്നും വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു ബിഗിനർ, അതായത് ഈ പറയുന്ന ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന FMCG പ്രോഡക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി തനിക്ക് പാക്കിംഗ് ഡിസൈൻ ചെയ്യണം. സോ ഇത്തരത്തിലുള്ളൊരു വ്യക്തി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തായിരിക്കണം? നമുക്കറിയാം, ഇത് പലപ്പോഴും ഈ ഒരു 63% ഓഫ് ഒരു സ്റ്റഡിയാണ്. നമ്മുടെ വെസ്ട്രോക്ക് സർവേ എന്നൊരു കമ്പനി എടുത്ത സർവേയാണ്. അപ്പോൾ അവർ പറയുന്നത് 63% ഓഫ് കസ്റ്റമേഴ്സ് പാക്കേജിങ് ഷേപ്സ് ദ പെർസെപ്ഷൻ ഓഫ് ദ ക്വാളിറ്റി. ഈ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പാക്കേജ് നോക്കിയാണ് 63% ആൾക്കാരും ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു സ്റ്റഡിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ഈ പാക്കേജ് നോക്കിയിട്ട് തന്നെ ആൾക്കാർ തീരുമാനിക്കും ഇത് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണോ, ഒരു ചീപ്പ് പ്രൊഡക്റ്റ് ആണോ, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ആൾക്കാർ ഡിസൈഡ് ചെയ്യുന്ന ഈ പാക്കറ്റ് നോക്കിയിട്ടിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി കസ്റ്റമറുടെ മൈൻഡിൽ ഇത്തരത്തിലുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണത്. അപ്പം നമ്മുടെ കസ്റ്റമർ ആരാണ്, നമ്മുടെ പ്രൊഡക്റ്റ് ഏത് ലെവലിലാണ് നമ്മൾ പിച്ച് ചെയ്യുന്നത്, ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ, ഒരു വാല്യൂ ഫ്രണ്ട്ലി ആണോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പാക്കേജ് ഡിസൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. പലപ്പോഴും ഡിസൈനർ എടുത്ത് പോകുന്ന സമയത്ത് ഇദ്ദേഹം ഇത് എങ്ങനെ ഭംഗിയാക്കാന്നായിരിക്കും നോക്കുക.
അതെ. അല്ലാണ്ട് ഇതെങ്ങനെ ആൾക്കാർക്ക് സെല്ല് ചെയ്യുന്ന ലെവലിലേക്ക് ആക്കാമെന്നോ അല്ലെങ്കിൽ സെല്ലബിൾ ആണോ എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഡിസൈനിൽ കടക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ Homework ബ്രാൻഡ് ചെയ്യേണ്ടതുണ്ട്. റെപ്രസെന്റ് ചെയ്യുന്ന ഇമോഷൻ എന്താണ്, ആൻഡ് ഇതിന്റെ ഏത് നമ്മുടെ കസ്റ്റമറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, കസ്റ്റമർ ഏതൊക്കെ രീതിയിലാണ് അവർ ഇംപ്രസ്ഡ് ആവുന്നത്, കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് ഈ പ്രൊഡക്റ്റിന് മേലെ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കളേഴ്സ് എന്തൊക്കെയാണ്, മാത്രമല്ല ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്, എക്കോണമി പ്രൊഡക്റ്റ് ആണോ അതോ അത്യാവശ്യം ഒരു പ്രീമിയം ആണോ, മിഡ് റേഞ്ച് ആണോ, ലക്ഷറി ആണോ, ഇതൊന്ന് ഡിസൈൻ. ഇപ്പം ഇതിനെല്ലാത്തിനെയും ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന്റെ ഒരു പാക്കിങ്ങിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലേ? തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു കൃത്യമായിട്ടുള്ള ബ്രാൻഡ് ഐഡന്റിറ്റി അനുസരിച്ച് നമുക്ക് നമ്മുടെ ബ്രാൻഡിന്റെ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടർ എന്താണ് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലെവലിലും കൂടെ ആയിരിക്കണം പാക്കേജ് ഡിസൈൻ. നമ്മുടെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി വേറൊന്ന്, പാക്കറ്റ് വേറൊന്ന് എന്ന ലെവലിൽ പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഒപ്പം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇതൊരു ഫങ്ഷണലും കൂടി ആയിരിക്കണം പലപ്പോഴും ഡിസൈൻ. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം ഡിസൈൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ആപ്പിളിൻ്റെ ഈ ബോക്സസ്, നമ്മളെ ഐഫോണിൻ്റെ ആയിക്കോട്ടെ മാക് ബുക്സിൻ്റെ ആയിക്കോട്ടെ ഒക്കെ ബോക്സസ് അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അതിങ്ങനെ നമുക്കറിയാം തുറക്കുമ്പോൾ വളരെ സ്ലോയിൽ ഇങ്ങനെ വന്നിട്ട് ആ ഒരു നമ്മൾ എങ്ങനെ വലിച്ചാലും ഇത് അത്രയും സ്ലോയിലേ വന്നിട്ട് വീഴത്തുള്ളൂ. അത് എയർ ടൈറ്റ് ആണ് പാക്കറ്റ്. അപ്പം അത് നമുക്ക് തരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള സാധനം താഴേക്ക് ഇങ്ങനെ വളരെ സ്ലോയിൽ ആ ഒരു ഇമോഷൻ കൊണ്ടുവരാൻ അതിന് പറ്റുന്നുണ്ട്. അപ്പം അതൊരു എന്താ പറയുക, ഒരു എസ്തെറ്റിക്കലി ഇമോഷണലി ടച്ച് ചെയ്യുന്ന ലെവലിലാണ് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അവർ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് പ്രിങ്കിൾസിൻ്റെ എടുക്കുകയാണെങ്കിൽ അവരൊരു പ്രോബ്ലമാണ് സോൾവ് ചെയ്തേക്കുന്നത്. ആ ഒരു ബോട്ടിൽ പോലുള്ള നമുക്കറിയാം മറ്റ് ചിപ്സുകളൊക്കെ സാധാരണ പാക്കറ്റിൽ വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇത് പൊടിഞ്ഞു പോവും, അതിൻ്റെ സൈസ് ഇത്രയും ഏരിയ കവർ, ഇത്രയും സാധനം ഫില്ല് ചെയ്യുമ്പോഴുള്ള ഒരു സൈസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്പ്രിങ്കിൾസ് നമുക്കറിയാം ഇത് പൊടിഞ്ഞു പോകത്തില്ല, നമുക്കിതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം സോൾവിങ് ആയിട്ടാണ് ആ ഡിസൈൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ലേബലിലെ ആ ഗ്രാഫിക്സ് മാത്രമല്ല, നമ്മുടെ ഹോൾ പാക്കേജ് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയായിട്ടും. മാത്രമല്ല ഇപ്പം റീസെൻ്റ്ലി കുറച്ച് കാലങ്ങളായിട്ട് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് വലിയൊരു ബൂമായിട്ടുണ്ട്. ഈവൻ ആപ്പിൾ പോലും കാരണം കൊണ്ട് തന്നെ അവരുടെ ബോക്സിന്റെ സൈസ് കുറയ്ക്കാനായിട്ട് ചാർജർ എടുത്ത് കളഞ്ഞു. അപ്പം അതിൻ്റെ എല്ലാത്തിനും പുറകിൽ നമ്മൾ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈവൻ നമുക്ക് വന്നിട്ടുള്ള പല വർക്ക്സും പലപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാതെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഒരു എർത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യണം, മാത്രമല്ല മെറ്റീരിയൽസും അത്തരത്തിൽ യൂസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ. അപ്പം ശരിക്കും ഈ ഒരു ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ സ്റ്റഡീസ് നോക്കുന്ന സമയത്ത് 82% ഓഫ് കൺസ്യൂമേഴ്സും ഈ ഇത്തരത്തിൽ എക്കോ ഫ്രണ്ട്ലി പാക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഒരു നിഷ് മാത്രമല്ല, എല്ലാവരും ഇതിന് പ്രിഫറൻസ് കൊടുക്കുന്നുള്ളൊരു ഇതാണ് വരുന്നത്. അത് 2021 മുതൽ വരുന്ന ട്രെൻഡായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്ന കേരളത്തിലെ മാർക്കറ്റ് എടുക്കണം, അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഭൂരിപക്ഷം ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇത് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നതല്ലാണ്ട് ഇത് ശരിക്കും എക്കോ ഫ്രണ്ട്ലി ആണോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു സാധനം കണ്ടു, ഒരു ബോട്ടിലാണോ ഗ്ലാസ് ആണോ, ബോട്ടിലാണെന്ന് തോന്നുന്നു. അപ്പം ഇത് പേപ്പർ ബോട്ടിൽ നിന്നാണ് ഇതിൻ്റെ പേര്, ലേബലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ആ പേപ്പർ അതിനകത്തുനിന്ന് പറിച്ചു കഴിയുമ്പോൾ അകത്ത് പ്ലാസ്റ്റിക് ഇരിക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പുറത്ത് പേപ്പർ റാപ്പ് ചെയ്തിട്ട് ഇത് പേപ്പർ ബോട്ടിലാന്ന് പറഞ്ഞ് ഇറക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. അതായത് പല കമ്പനികളും ചെയ്യുന്ന പരിപാടിയാണ് ഗ്രീൻ വാഷിംഗ്. ഇത് ഓൾറെഡി എക്കോ ഫ്രണ്ട്ലി ആണ്, ഇതാണെന്നൊക്കെ പറയുകയും ഇതിനകത്ത് പ്ലാസ്റ്റിക് കൊണ്ടുവെക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ ഗ്ലാസും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്തൊരു പ്ലാസ്റ്റിക് ലെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു ഡിബേറ്റഡ് ടോപ്പിക്കാണ്. പക്ഷേ കേരളത്തിൽ എനിക്ക് അത്രത്തോളം ആൾക്കാരത് ഒരു സെർട്ടൻ പെർസെൻ്റ് ഓഫ് പീപ്പിൾ അത്തരം ഇതിനോട് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു വലിയൊരു മാർക്കറ്റ് നോക്കുന്ന സമയത്ത് അത്രത്തോളം ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിട്ട് തോന്നുന്നില്ല. പലപ്പോഴും ഈവൻ ഞാനും വൈഫും കൂടെ ഷോപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ക്യാരി ബാഗുകൾ അവരൊന്നും വാങ്ങാറില്ല. സോ അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ, കാരണം ഇത് നമുക്കിവിടെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടൊരു കാര്യമാണ്. കാരണം ചെറിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷേ അതിന് ഇത്രത്തോളം പാക്കേജിങ്ങും കവേഴ്സും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അത് കൈയോടെ വാങ്ങി നേരെ കാറിൽ കൊണ്ട് വയ്ക്കുക എന്നുള്ളതിനപ്പുറത്ത് ക്യാരി ബാഗ് പരമാവധി ഒഴിവാക്കുക. കാരണം നമുക്കറിയാം ഇന്ന് ഇവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ളതാണ്. നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കണം, പിന്നെ ഈ ഹരിതകർമ്മ സേന വരുന്ന സമയത്ത് അത് കൊടുക്കണം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പലപ്പോഴും ഞങ്ങൾ അത്തരത്തിൽ ചെയ്യുന്നുണ്ട്.
അപ്പം അങ്ങനെ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപക്ഷെ അത് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന ഒരു മോട്ടോ തലയ്ക്കുള്ളിലുള്ളത് കൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. വേസ്റ്റേജ് ഒഴിവാക്കുക, കുറച്ചുകൂടെ കൺവീനിയന്റ് ആവുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതെ, അത് മാത്രമല്ല സിജു, ഇപ്പം നമ്മൾ ആ പാക്കേജ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എന്നെ റീസെൻ്റ്ലി ഒരാൾ കണക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു റീബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പം അദ്ദേഹം എനിക്കൊരു പാക്കറ്റ് കാണിച്ചു, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും ഞാൻ നോക്കുന്ന സമയത്ത് ആ പാക്കറ്റിൽ എന്ത് ഡിസൈൻ കൊണ്ടുവന്നാലും അത് ഏകദേശം അതുപോലെ തന്നെ ഇരിക്കും. നമുക്കൊരു പ്രീമിയം ലുക്കോ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. വളരെ ചീപ്പായിട്ടൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിനി എന്ത് വലിയ ഡിസൈൻ, എന്ത് കോൺസെപ്റ്റ് കൊണ്ടുവന്നാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. അതിൽ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അദ്ദേഹത്തെ അത് പ്രീമിയം പ്രൊഡക്റ്റായിട്ട് പിച്ച് ചെയ്യണം, പക്ഷേ മെറ്റീരിയൽ ഇങ്ങനെയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ പ്രശ്നം വരും. ഈ മെറ്റീരിയൽ എന്തായിരിക്കണം എന്നുള്ളതൊരു പ്രശ്നമാണ്. പലപ്പോഴും എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആ ഡിസൈൻ ചില ലിമിറ്റേഷൻസ് നമ്മൾ വരുത്തേണ്ടി വരും. കളേഴ്സിന്റെ എണ്ണം കുറയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ കിട്ടുന്ന ഒരു ഡിസൈൻ ഇതിൽ നിന്നും വർക്ക് ആവണമെന്നില്ല. അതെ, ഇപ്പോൾ നമ്മളൊരു പ്രീമിയം പ്രോഡക്റ്റ്, പറഞ്ഞ പോലെ പ്രീമിയം പ്രോഡക്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരു 10-20% കൂടുതൽ പ്രൈസാണ് നമ്മൾ പിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ വളരെ ലോ കോസ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് അതിൽ എത്ര ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിന് ഭംഗി വരത്തില്ല. അത് ഒരു പ്രീമിയം ലെവലിലേക്ക് അത് എത്തിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ ഇപ്പം കുറേ കാലങ്ങളിലേക്കുള്ള ട്രെൻഡാണ് അൺബോക്സിങ് വീഡിയോസ്. എന്ത് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അൺബോക്സ് ചെയ്തിട്ട്, കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഈ അൺബോക്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നമ്മുടെ പാക്കിംഗ് ഡിസൈനും അല്ലെങ്കിൽ കവേഴ്സിനും അല്ലെങ്കിൽ ആൾക്കാർ ഒരു ഇനീഷ്യൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമല്ലേ മീൻസ് പാക്കിംഗ് ഡിസൈനിങ്? തീർച്ചയായിട്ടും. അതായത് നമുക്കിപ്പം നമ്മുടെ പാക്കേജിങ് ഒരു കണ്ടന്റ് ആണ്. അപ്പം ആൾക്കാർ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മളെ ക്ലയൻസിനോടൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്, ഇത് ഒരാളെ നോക്കുന്ന സമയത്ത് ഇത് അയാളെ മനസ്സിൽ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകേണ്ടതെന്നൊക്കെ. നമ്മുടെ പാക്കേജ് ഡിസൈനിങ് ഒരു ക്യാമറയ്ക്ക് വേണ്ടി കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം. ആ ക്യാമറയിൽ കൂടി നോക്കുന്ന സമയത്ത് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നണം. ഇതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റണം. കാരണം എത്രത്തോളം അൺബോക്സിങ് വീഡിയോസ് നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ലെവലിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ഇത് ആൾക്കാർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അപ്പം ഇവരൊക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് നല്ലതല്ലെങ്കിൽ പലപ്പോഴും ഇപ്പം ചില ആൾക്കാർ ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഈ കൊറിയറായിട്ട് റാപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ ഇവർ ഈ റാപ്പ് പൊളിക്കുന്നത് തന്നെ ചിലപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നാം. ഇപ്പൊ പണ്ട് നമ്മുടെ ഐഫോണിലൊക്കെ ഇതുണ്ടാവാറില്ലേ, ഒരു സ്ക്രീൻ ഗാർഡ് പോലത്തെ ഒരു മെറ്റീരിയൽ അവർ പിന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടി അപ്പൊ അത് എടുക്കുമ്പോൾ ആ സൗണ്ട് പോലും ആൾക്കാർക്ക് ഭയങ്കര ക്രേസ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും ഈ സൗണ്ട് അടക്കം ഇതിനകത്ത് വലിയൊരു ഫാക്ടറാണ്. പല പാക്കേജ് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഡിസൈൻ ഒരു സാധനത്ത് പ്രിന്റ് അടിച്ച് കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് ഇന്ന് കുറേയും കൂടെ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമല്ല, ഇതൊരു ക്യാമറയിലൂടെ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്കും കൂടി കിട്ടാവുന്ന ലെവലിലേക്ക് വേണം നമുക്ക് പലപ്പോഴും ഡിസൈൻ കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. മാത്രമല്ല ചില പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പാക്കേജിങ് നമ്മൾ ഈവൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് കളയത്തില്ല, എടുത്ത് വയ്ക്കും. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ടായിരുന്നത്, നമുക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അത് ആ പ്രോഡക്റ്റ് നമ്മൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ആ ബോക്സ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അത് കളയാൻ തോന്നുന്നില്ല, നമുക്കത് അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ തോന്നത്തില്ല. കാരണം അത് അത്രത്തോളം ഒരു അധികം വിലയൊന്നും ഇല്ല, പക്ഷേ സ്റ്റിൽ നമുക്കത് എടുത്തു വയ്ക്കാനായിട്ട് തോന്നും. അപ്പം പാക്കിംഗ് അത്രത്തോളം പാക്കിംഗ് ഡിസൈനോടൊപ്പം തന്നെ ഈ പറയുന്ന പാക്കിംഗ് മെറ്റീരിയലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് മാത്രമല്ല ഈ മിനിമലിസം എന്ന് പലരും പറയുന്നുണ്ട്. പലപ്പോഴും ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടാണെങ്കിലും വളരെ മിനിമലായിട്ട് ഡിസൈൻ മതി എന്ന് പറയും. പക്ഷേ അവസാനം ചെയ്തു വരുന്ന സമയത്ത് ഇതിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പരമാവധി കൂട്ടിയിട്ട് ഒരു ബ്ലാങ്ക് സ്പേസ് പോലും വിടാതെ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ട് മീൻസ് പോകാറുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് എന്താ പറയുക? ഈ പറയുന്ന മിനിമലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ന് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതാണോ? നമുക്കറിയാം ഈ മിനിമലിസം ഒരു ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതെല്ലാ മാർക്കറ്റിലും എല്ലാ പ്രൊഡക്ട്സിനും വർക്ക് ആവണമെന്നില്ല. ഇപ്പം ബോംബെ ഷേവിംഗ് കമ്പനി നമുക്കറിയാവുന്നൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ അവർ നമ്മൾ ട്രിമ്മേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവരുടെ സൈറ്റ് എടുത്ത് നോക്കിക്കാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാക്കേജ് നോക്കിയാണെങ്കിൽ അവർ മാക്സിമലിസമാണ്, മിനിമലിസം അല്ല, നേരെ ഓപ്പോസിറ്റാണ്. അപ്പം ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ ഇതാണ് അവർക്ക് വർക്കാവുന്ന ലെവലിലാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി അതിൽ പിച്ച് ചെയ്തിട്ടാണ്.
അപ്പം നമ്മുടെ പക്ഷെ ഒരു ഭയങ്കര പ്രീമിയം എലൈറ്റ് പ്രൊഡക്റ്റ് എന്ന ലെവലിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്റ്റിന് അത് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. വർക്കാവത്തില്ല. അപ്പം ഇതെങ്ങനെ നമ്മൾ പിച്ച് ചെയ്യുന്നിരിക്കും. ഇപ്പം ചിലപ്പോൾ നമുക്കത് വർക്ക് ആക്കാനും പറ്റും. ലൈക്ക് ഇപ്പം ഒരു ഷെൽഫ് ഇത് എവിടെയാണ് ഈ പാക്കറ്റ് കൊണ്ട് വെക്കുന്നതും കൂടെ നമുക്ക് നോക്കണം. ഈ ഒരു ആസ് എ ബ്രാൻഡ് കൺസൾട്ടന്റ് നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഇതിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടിരുന്ന ആൾക്കാർ പിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. എഗെയിൻ ഇതൊരു ഫങ്ഷണലും കൂടെ ആയിരിക്കണം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ചില ആൾക്കാർ QR കോഡ് വെക്കാൻ പറയും. ഇത് ഡയറക്റ്റ്ലി അവർ സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇത് പലപ്പോഴും നമ്മൾ സ്കാൻ ചെയ്യാറില്ല. പക്ഷെ അതിനൊരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇത് വർക്കാവും. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ചെറിയ ബ്രാൻഡാണ്. അവർ എനിക്ക് കണ്ണൂർ മറ്റുള്ള ഒരു സ്നാക്സിൻ്റെ ഒരു ബ്രാൻഡാണ്. നമ്മൾ സാധാരണ നമ്മൾ വാങ്ങിക്കാറുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ വരുന്നതാണ്. അപ്പം അവരതിനകത്തൊരു സ്റ്റിക്കറിനകത്തൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇതിനകത്തൊരു നമ്പർ ഒരു കോഡ് ഇട്ടിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്തൊരു ഗൂഗിൾ ഫോമാണ്. ഇവർക്ക് പ്രൈസ് വിൻ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇത് സ്കാൻ ചെയ്ത് ഈ കോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. നറുക്കെടുപ്പുണ്ട് എല്ലാ മാസം, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ഒരു ചെറിയ ബ്രാൻഡ് എന്ന ലെവലിൽ അവർ അത്രയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ QR കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ടീ ബ്രാൻഡാണെന്ന് വിചാരിക്കും. അതിൽ ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാക്കറ്റ് നമ്മൾ അവരുടെ ആപ്പ് വെച്ച് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓഗ്മെന്റഡ് റിയാലിറ്റി വരുന്നു. അതിനകത്തുകൂടി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് യൂസേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനും പറ്റും. ഒപ്പം തന്നെ ഒരു എന്താ പറയുക, അവർക്കൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, പണ്ട് നോട്ട് സ്കാൻ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ഇപ്പം ചില പത്രത്തിലൊക്കെ ആഡ് കാണാറില്ലേ, അത് അവരുടെ ആപ്പ് വെച്ച് സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് പോപ്പപ്പ് ചെയ്തിട്ടൊക്കെ വരുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒരു വെബ്സൈറ്റിലേക്ക് മാത്രം QR കോഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് മാത്രം QR കോഡ് വെക്കാണ്ട് അതിനൊരു ഫംഗ്ഷൻ കൂടെ കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. പിന്നെ മിനിമൽസിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ നമ്മുടെ നാട്ടിലെ ഈ റൂൾസ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് മാത്രം മിനിമൽ ആക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിൽ എന്തായാലും നമ്മൾ അത്രയും സാധനങ്ങൾ മുഴുവൻ വെച്ച് കെട്ടേണ്ടി വരും. അപ്പം ഫുഡ് പ്രൊഡക്ട്സിൽ, എസ്പെഷ്യലി ഫുഡ് പ്രൊഡക്ട്സിൻ്റെ കേസിൽ ഈ മിനിമൽ ആക്കുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക്കാണ്. യെസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും അവസാനമായിട്ട് നമുക്ക് ഒന്ന് പറയാം. ഈ പറയുന്ന പാക്കേജിങ് ഡിസൈനറും ഒപ്പം തന്നെ ബ്രാൻഡ് കൺസൾട്ടൻസും, ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നുള്ളത്. ഇപ്പം നമ്മുടെ അടുത്തേക്ക് ആസ് എ ബ്രാൻഡ് കൺസൾട്ടൻറ്റ് നമ്മുടെ അടുത്തേക്ക് ഒരു പാക്കേജ് ഡിസൈനിങ് അല്ലെങ്കിൽ ബ്രാൻഡ് കൺസൾട്ടേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ബേസിക് ആയിട്ട് നമ്മൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആർക്കാണ് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത്, ഇത് എവിടെയാണ്, ഏത് ഷെൽഫിലാണ്, എങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു 3 സെക്കൻഡ് കൊണ്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത്, പലപ്പോഴും ഇത് ഈ വരുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ വലിയ ഐഡിയ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് പല ബിസിനസ് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈനിങ്ങിലേക്ക് പോവുക. പക്ഷെ ഒരു ബേസിക്കലി നിങ്ങളൊരു ഡിസൈനറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ചിലപ്പോൾ ഇതൊന്നും ആലോചിക്കാണ്ട് ഒരു എന്താ പറയുക, ഒരു ഭംഗിയുള്ള ഡിസൈൻ ചെയ്യാനായിരിക്കും അദ്ദേഹം എപ്പോഴും ശ്രമിക്കുക. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അത്തരത്തിലൊരു ഇൻപുട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്താണ്, ഇതനുസരിച്ച് വേണം ഈ ഡിസൈൻ എന്ന ലെവലിൽ നമ്മൾ ആ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ അതുപോലെ ചെയ്യുമായിരിക്കും. അപ്പം കുറച്ചും കൂടി ഒരു ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു പാക്കേജിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മളൊരു ഇത്തരത്തിലുള്ളൊരു ബ്രാൻഡ് കൺസൾട്ടൻ്റ് അടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നതും സാധാരണ നമ്മളൊരു എന്താ പറയുക മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങിക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു പരിപാടിയാണ്. ഡിസൈനേഴ്സിന് കുറ്റം പറയുന്നതല്ല, നല്ല രീതിയിൽ ചെയ്യുന്ന ഡിസൈനേഴ്സും ഉണ്ട്, ഇതൊക്കെ ചോദിച്ച് ചെയ്യുന്ന ഡിസൈനേഴ്സും ഉണ്ട്. പക്ഷേ അവരെ നമുക്ക് ഡിസൈനേഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല, അവരെ നമുക്ക് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് വിളിക്കേണ്ടി വരും. യെസ്, ഈ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം, മാർക്കറ്റ് സ്റ്റഡി പ്രോപ്പറായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് അറിയണം, റെഗുലറായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം, കൺസ്യൂമർ സൈക്കോളജി അറിയുന്നൊരു വ്യക്തിയായിരിക്കണം, ആൻഡ് ഡിസൈൻ ആസ്തെറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന വ്യക്തിയായിരിക്കണം. സോ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കൺസൾട്ടൻ്റ് ആവാൻ പഠിക്കത്തുള്ളൂ. പക്ഷേ ഒരു ഡിസൈനർ ആവണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ പഠിച്ചാൽ മതിയാ, ഇല്ലസ്ട്രേറ്ററോ കോഡറോ പോലുള്ള സോഫ്റ്റ്വെയർ പഠിച്ചാൽ മതിയാ. നമ്മളിൽ വിട്ടുപോയൊരു സാധനമാണ് ഈ കൺസ്യൂമർ സൈക്കോളജിയും ന്യൂറോ മാർക്കറ്റിംഗ് ഒക്കെ. ഈ പാക്കേജ് ഡിസൈനിങ്ങിനകത്ത് ഈ രണ്ട് സാധനത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കത് ഇപ്പൊ തന്നെ ഒരു സമയം പോയി, അവിടെ നമ്മൾ മറ്റൊരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. യെസ്, സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പാക്കേജിങ് ഡിസൈനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.